രജിത് ജി, നമ്മൾ മുരുകഭഗവാൻ ഏൽപ്പിച്ച ദൗത്യവുമായുള്ള അങ്ങയുടെ യാത്രയുടെ ചില അനുഭവങ്ങളും അതിൻ്റെ ഒരു സ്പിരിറ്റുമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്നാണ് ഈ LMRK എന്നുള്ളൊരു മൂവ്മെൻറ്റ് അങ്ങ് ആരംഭിച്ചത്. ലോകത്തെമ്പാടുമുള്ള മുരുകഭക്തരുടെ ഒരു പ്ലാറ്റ്ഫോമായിട്ടത് മാറി. എന്താ ശരിക്കും ഈ LMRK? ഈ ലയൺ മുരുക റോയൽ കിങ്ഡം ആണല്ലോ LMRK. ലയൺ മയൂര റോയൽ കിങ്ഡം. ഈ ലയൺ മയൂര റോയൽ കിങ്ഡം എന്നതുകൊണ്ട് ലയൺ മയൂര എന്താണ്? മയൂരം നമുക്കറിയാം, മുരുകൻ്റെ ഭാഗനാണ്. അതിൽ ലയൺ വന്നത് എങ്ങനെയാണ്? എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് ഭഗവാന്റെ ഡയറക്ഷനിൽ 2017 മെയ് 1 ഷഷ്ടി നാളിൽ പഴനിയിൽ വെച്ചിട്ട് ആരംഭിക്കണം ഈ പ്ലാറ്റ്ഫോം. ഇത് ലയൺ എന്ന് പറയുന്നത് നരസിംഹം, മയൂര പറഞ്ഞ മുരുക. അങ്ങനെ അതിൽ നരസിംഹത്തിന് ഭാഗം സീക്രട്ടായിട്ട് വെച്ചിരിക്കുക. ഞാൻ എവിടെയും സംസാരിക്കാറില്ല. പിന്നെ ലയൺ ഉപയോഗിച്ചത് അത് പിന്നെ ഇപ്പൊ പറയാറായിട്ടില്ല. ആ ഒരു ഭാഗം വെച്ചിട്ട് സീക്രട്ടായിട്ട് വെച്ചിരിക്കണം. മയൂര മുരുകഭവൻ, മുരുകാന്റെ രാജ. ഞാൻ അതുകൊണ്ട് ചോദിച്ചത് രണ്ടും കൂടെ ചേരുന്നില്ല. അത് ആ സീക്രട്ടായിട്ട് ഞാൻ എവിടെയും പറഞ്ഞു. ആയിക്കോട്ടെ. മയൂര എന്നുള്ളത് മുരുകാന്റെ സാമ്രാജ്യം. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ആ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ടാണ് ഭഗവാന്റെ ഡ്യൂട്ടികൾ ചെയ്യുന്നത്. ഈ 2017 വരെ അതിനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു ഭഗവാനെ കൊണ്ട് ചെയ്യിച്ചത്. 2004 തൊട്ട് ഈ പ്ലാറ്റ്ഫോം ഇപ്പോൾ എവിടെയൊക്കെ ഉണ്ട്? കുറെ 10-15 രാജ്യങ്ങളിലുണ്ട്. അത് തമിഴ് ആൾക്കാരുണ്ട്, ഇപ്പൊ കേരളത്തിൽ മലയാളികളുണ്ട്. ഓർഗനൈസേഷൻ ആണോ? അതൊരു ഓർഗനൈസേഷൻ, രജിസ്ട്രേഷൻ ഓർഗനൈസേഷൻ. ഭാരവാഹികളൊക്കെ ആരൊക്കെയാണ്? നമ്മളെ ഒരുമിച്ച് കളിച്ച് നടന്ന നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് മെയിൻ ഭാരവാഹി. ലാലു എന്ന് പറഞ്ഞിട്ടുള്ള എന്റെ ആ പുസ്തകത്തിൽ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ രാജേഷ്, അനൂപ്, 2 അനൂപുമാരുണ്ട് നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആള്. പിന്നെ രൂപേഷ്. അങ്ങനെ നമ്മുടെ ചുറ്റുവട്ടത്തെ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ തന്നെയാണ്. ഗോകുല്, അങ്ങനെ പിന്നെ യുവരാജ് ഗോകുലോ? അല്ല, നമ്മുടെ ഒരു ഫ്രണ്ട്. പിന്നെ ദേവേട്ട, ചെന്നൈയിലുള്ള ദേവേട്ട. അങ്ങനെ ഒരു ടീമാണ്. അതിന്റെ കീഴിൽ ഒരു 3-4 വിങ് ഉണ്ട്. ഗ്രൗണ്ട് ഫോഴ്സ് വിങ് എന്ന് പറഞ്ഞ വിങ് ഉണ്ട്. അത് ഫുള്ള് ചെന്നൈയിലുള്ള ആൾക്കാരാണ് ഡീൽ ചെയ്യണത്. എന്ത് പരിപാടി ഉണ്ടായാലും അവരാണ് ഇറങ്ങി പ്രവർത്തിക്കുക. ഇപ്പൊ കേരളത്തിൽ നിന്ന് ആൾക്കാരുണ്ട് അതിൽ. പിന്നെ IT വിങ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഇതിൽ LMRKയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭഗവാന്റെ ഡ്യൂട്ടി ഉള്ളപ്പോൾ മാത്രമാണ് നമ്മൾ ചെയ്യണുള്ളൂ. ഒരു ഡ്യൂട്ടി കിട്ടി, ഈ യാഗം ഉണ്ടാകുമ്പോൾ നമ്മൾ മീറ്റിങ്ങിലൂടെ സൂം മീറ്റിങ്ങിലൂടെ പറയും ഇങ്ങനെ യാഗം നടത്താൻ പോവാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ഈ യാഗം നടത്തണത്, ഇന്ന ഡേറ്റിൽ നടത്തണം, ഇന്ന സ്ഥലത്ത് നടത്തണം എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാവരും അലർട്ടാവും, എല്ലാവരും അതിനുവേണ്ടി തയ്യാറാവും. അത് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും അവരവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു പോകും. ഇവിടെ ആരും ജോലിക്കാരില്ല, ട്രസ്റ്റ് വെച്ചിട്ടുള്ള ഒരു ജോലിക്കാരൊന്നുമില്ല. എല്ലാവരും അവരവരുടെ ജോലി ചെയ്യുന്ന ആളാണ്. ഞാനടക്കം പോയിട്ട് എൻ്റെ ജോലിക്ക് പോകും, അവരവരുടെ ജോലിക്ക് പോകും. സ്വമേധയാ ഒരു വോളണ്ടറി വർക്ക്. അടുത്ത ഡ്യൂട്ടി കിട്ടുമ്പോൾ ഞാൻ പറയും, എല്ലാവരും വീണ്ടും ചെയ്യും. ഒരു ക്യാപ്റ്റൻ എന്നുള്ള ലെവലിൽ ഞാൻ ലീഡ് ചെയ്യും, അവരൊക്കെ എൻ്റെ കൂടെ നിൽക്കും, ആ ഡ്യൂട്ടി ചെയ്യും, വീണ്ടും തിരിച്ചു പോകും. ഇതാണ് അതിൻ്റെ ഒരു സിസ്റ്റം. അല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓരോ രാജ്യങ്ങളിൽ ഓരോ പരിപാടി വയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അവൻ്റെ ഡ്യൂട്ടി ചെയ്യുക, അവനവൻ്റെ ലൈഫിലേക്ക് പോകുക. ഇതൊരു ബാലൻസ്ഡ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ബാലൻസ് ആയിട്ട് കൊണ്ടുപോകണം. സ്പിരിച്വൽ ലൈഫും മെറ്റീരിയൽ ലൈഫും ബാലൻസ്ഡ് ആയി കൊണ്ടുപോകണം. കാരണം സ്പിരിച്വൽ ലൈഫ് കുറച്ച് ഉള്ളിലേക്ക് പോയി അത് ചിലപ്പോൾ മെറ്റീരിയൽ ലൈഫ് വിടാനുള്ള ഒരു വ്യഗ്രത വരും. അതൊരു ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇത് സ്പിരിച്വൽ ലൈഫിലേക്ക് പോകുമ്പോൾ നമുക്കൊരു സുഖം കിട്ടും. സുഖമായിട്ട് മെഡിറ്റേഷനിലേക്ക് വേണ്ട ഒരു അനുഭൂതി എല്ലാം കിട്ടും. അപ്പം മറ്റേത് അപ്പുറത്ത് കിടക്കുമ്പോൾ ഉത്തരവാദിത്തങ്ങളാണ്. ഭാര്യ നോക്കണം, കുട്ടികളെ നോക്കണം, ജോലിക്ക് പോകണം. അപ്പം എല്ലാം അതിൽ നിന്ന് വിട്ട് ഇതിലേക്ക് കിടക്കാനുള്ള ഒരു കുറച്ച് കഴിയുമ്പോൾ ഇതും എടുക്കുമ്പോൾ അതും ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ള രീതിയിലാണ് ഞാൻ എല്ലാവരോടും പറയാറുള്ളത്. പിന്നെ ഇതിൽ നടത്തുന്ന LMRKയിൽ ചെയ്യുന്ന ഓരോ ഡ്യൂട്ടികളും ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് മാതിരിയാണ്. കാണുമ്പോൾ ചെറുതാന്ന് തോന്നും, പക്ഷെ അതിൻ്റെ എഫക്റ്റ് ചരിത്രത്തിൽ അലടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു ലെവലിലാണ് ഇത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ജോയിൻ ചെയ്യാൻ ഞാൻ ഫസ്റ്റേ പറഞ്ഞ പോലെ ആരെയും നിർബന്ധിക്കാറില്ല. സാധാരണ മുമ്പ് നമ്മുടെ അടുത്ത് ജോയിൻ ചെയ്യുന്ന ആൾക്കാർ എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്ന് സ്പിരിച്വൽ ഒരു കാര്യത്തിൽ തേടി വരുന്ന ആൾക്കാർ അത് വളരെ കുറച്ചുള്ളൂ. പിന്നെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി എന്നെ വിളിക്കും. അവരുടെ പേഴ്സണൽ കാര്യത്തിൽ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട്, ഒരു ബിസിനസ് ആവാം, അസുഖങ്ങൾ, എന്ത് കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ആരുടെയും 1 രൂപ പോലും വാങ്ങാറില്ല. അതായത് നീ ഇപ്പോൾ ഒരു പൂജ ചെയ്യുക, എത്ര വായിച്ച കിട്ടുന്നത് 1 രൂപ പോലും ഞാനിപ്പോൾ എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ്. ഞാൻ വാങ്ങാറില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർ നമ്മളെ അറിയിക്കും, ഇതുണ്ടായിട്ടാണ് സന്തോഷം എന്ന് പറയാം. ഞാൻ ഭഗവാനെ നിൽക്കണം, അത് കഴിഞ്ഞു. പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാറില്ല ഞാൻ. അതിൽ കുറേ ആൾക്കാർ ഞങ്ങളും ഉണ്ട് ഈ ഡ്യൂട്ടിക്ക് എന്ന് പറഞ്ഞിട്ട് വന്നു ചേരും. പിന്നെ അടുത്തത്
ഈ അടുത്ത കാലത്ത് നമ്മൾ ഈ ഭാരതത്തിന് വേണ്ടി ദേശത്തിന് വേണ്ടി ചെയ്യണമെന്ന് മനസ്സിലാക്കിയിട്ട് കുറെ ആ ഒരു ആ വിശ്വാസമുള്ള ആൾക്കാർ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ദേശീയവാദികൾ വന്ന് നമ്മൾ ഭാരതത്തിന് വേണ്ടിയിട്ടല്ല ചെയ്യണം, എന്നെ കൊണ്ട് ഭാരതത്തിൽ ചെയ്യാൻ പറ്റണ ഒരു കാര്യം എന്നുള്ള രീതിയിൽ കുറേ പേര് ഇപ്പോൾ വന്ന് ചേരണം. അങ്ങനെയുള്ള ആൾക്കാരാണ് വന്ന് ചേർന്നത്. ചേർന്ന ആൾക്കാരോടും നമ്മൾ ഇതിൽ വേറൊരു കണ്ടീഷനിൽ നിങ്ങളുടെ ജീവിതം കൊണ്ട് പൊക്കോളൂ, നിങ്ങൾ ഇന്ന ഭക്ഷണം ഉപേക്ഷിക്കണം ഒന്നും പറയാറില്ല, നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ആക്കണം എന്നും പറയില്ല. മുരുകനെ പ്രാർത്ഥിക്കുക, ഓം ശരണഭവായ നമുക്ക് 9 വട്ടം ജപിക്കുക, മുരുക ഡ്യൂട്ടി ചെയ്യുക. ഡ്യൂട്ടിയിലാണ് നമ്മുടെ എല്ലാ കാര്യം. അതിന് ചെയ്യാവുന്ന ആത്മാർത്ഥമായിട്ട് ആ ഡ്യൂട്ടി ചെയ്യുക. അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളെ തേടി വന്നോളും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാനുണ്ട്. ഇതാണ് കൺസെപ്റ്റ്. മെമ്പർമാരാകാൻ എന്ത് ചെയ്യണം? ഏതാ മെമ്പർ? നമ്മൾ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്താൽ മതി. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തിടും. നമുക്ക് എന്തെങ്കിലും മെസ്സേജ് കിട്ടിയാൽ അതിൽ വെക്കും, സൂം മീറ്റിംഗ് ഉണ്ടെങ്കിൽ അതിൽ വെക്കും. നമ്മുടെ മെസ്സേജുകൾ കിട്ടുമ്പോൾ അവരോട് പറയും അടുത്ത ഡ്യൂട്ടിക്ക് തയ്യാറാവാൻ വേണ്ടിയിട്ട് പറയും. LMRK എന്ന പേരിലാണോ വെബ്സൈറ്റ്? വെബ്സൈറ്റ് lionmayura.org. അതും ഫേസ്ബുക്ക് പേജും ഉണ്ട്, അതിൽ പോയി നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ നമ്മുടെ ആൾക്കാരുടെ ഫോൺ നമ്പറുകളൊക്കെ ഉണ്ട്, അവരെ വിളിക്കാം. അല്ലെങ്കിൽ അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവരെടുത്തിട്ട് ആ നമ്പർ 2 ദിവസം കൂടുമ്പോൾ അത് എടുത്തിട്ട് ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. അല്ലാണ്ട് ഇതിൽ മെമ്പർഷിപ്പ് ഫീസോ രജിസ്ട്രേഷൻ ഫീസോ ഒന്നുമില്ല. ഒരു പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ എത്രയോ രാജ്യങ്ങളിൽ എനിക്കൊരു പരിചയമില്ലാത്ത എത്ര ആൾക്കാർ ദിവസം വിളിക്കേണ്ടി അറിയാം. എനിക്ക് മുഴുവൻ അറ്റൻഡ് ചെയ്യാൻ പറ്റണില്ല എന്ന് മാത്രമേ വിഷമമുള്ളൂ. എത്രയൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. റിസൾട്ട് കിട്ടിയവർ റിസൾട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ സന്തോഷം, ഭഗവാന്റെ അനുഗ്രഹം. അതിൻ്റെ അപ്പുറം ഞാൻ ഒന്നും പറയാനില്ല. ഇതൊക്കെ സർവീസാണ്. ഇപ്പോൾ എൻ്റെ ലക്ഷ്യം ഭഗവാന്റെ ഡ്യൂട്ടി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ പ്ലാറ്റ്ഫോം പോയോണ്ട്. എത്ര നാളായി ഭഗവാന്റെ ഒരു പുതിയ ഡ്യൂട്ടി കിട്ടിയിട്ട്? ഇപ്പോൾ മാർച്ച് 14-ാം തീയതിയാണ് നമുക്ക് ലാസ്റ്റ് ചെയ്തത്. ഞാനിപ്പോൾ എല്ലാവരും ചോദിക്കേണ്ട അടുത്ത ഡ്യൂട്ടി എന്നാണ്. പക്ഷെ ഇപ്പോഴാണ് ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളൊരു മെസ്സേജ് ഇടുംബർ സ്വാമിക്കും വീരബാഹുദേവനും മുശികുന്ദ മഹാരാജാവനും അവർക്കൊരു പൂജ ചെയ്യണ ഒരു ഇതുണ്ട്. പക്ഷെ അത് ഫുള്ളായിട്ടില്ല. മെസ്സേജ് ഫുള്ളായാൽ മാത്രമാണ് അതെന്ന് എങ്ങനെയാണെന്നുള്ളത് സൂചന കിട്ടി തുടങ്ങുന്നു. ഇനി അത് തന്നെയുള്ള ദിവസങ്ങളിലാണ് അത് ഡീകോഡ് ചെയ്തിട്ട് എടുക്കേണ്ടി വരിക. അപ്പോൾ അല്ലാണ്ട് ഇതിന് വേറെ വ്യവസ്ഥാപിത രീതികളൊന്നുമില്ല. ഇങ്ങനെ നിങ്ങൾ ജീവിക്കണം, ഇന്ന് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന രാജ്യത്ത് ഒരു സ്ഥലത്ത് നിങ്ങൾ കുറേ ആൾക്കാരുണ്ട് അവിടെ നിങ്ങളെ പ്രചരിപ്പിക്കണം, പരിപാടിയൊന്നുമില്ല. അത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ആൾക്കാർ വരും, അവർ ചെയ്തു, അവർ പോകും. അടുത്ത ആൾക്കാർ ഒരു സിദ്ധന്റെ കാര്യം പറയണം. വല്ലലാർ സിദ്ധർ നമ്മുടെ ഈ മിഷന് ഗൈഡ് ചെയ്യണ മുരുകനെ പോലെ ബ്ലെസ്സിങ്ങിൽ നടക്കും പോലെ വല്ലലാർ സിദ്ധർ ഗൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അമ്മ. അതാരാണ് വല്ലലാർ സിദ്ധർ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ 1823 ജനിച്ച ഒരു സിദ്ധർ. നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ എങ്ങനെയാണോ കേരളത്തിൽ അതേ റേഞ്ചിലുള്ള ഒരു സിദ്ധനാണ് വല്ലലാർ സിദ്ധർ. വല്ലലാർ രാമസിംഗ് സ്വാമികൾ എന്നാണ് പറയുന്നത്. ഒരുപാട് ഫോളോവേഴ്സ്. ഇവിടെ എങ്ങനെ ശ്രീനാരായണ ഗുരുദേവനെ കാണുന്ന പോലെ തന്നെയാണ് അവിടെയും കാണുന്നത്. ലോകം മുഴുവൻ ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരുണ്ട്. ഈ അടുത്ത് DMK ഗവൺമെന്റ് ഒരു 500 കോടി രൂപ പ്രൊജക്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അത് മൂടി പിടിപ്പിക്കാൻ. വടലൂർ എന്ന് പറഞ്ഞ സ്ഥലം. ഒരു ആളൊരു വേറൊരു രീതിയിൽ ജീവിച്ച ആൾ, ഭയങ്കര പവർഫുൾ സിദ്ധനാണ്. അദ്ദേഹം അവസാന കാലത്ത് ഫിസിക്കൽ ബോഡിയിൽ നിന്ന് ലൈറ്റ് ബോഡിയിലേക്ക് കൺവേർട്ട് ചെയ്താ. ഫിസിക്കൽ ബോഡിയിൽ നിന്ന് നേരെ ലൈറ്റിലേക്ക് മാറിയ ആളാണ്. അങ്ങനെ സമാധി എടുക്കണോട് വളരെ അപൂർവമായിട്ടാണ് ഇദ്ദേഹം അങ്ങനെ ചെയ്ത ആളാണ്. അപ്പം അതുകൊണ്ട് അവരുടെ മെയിൻ ഇത് അരുൾ പെരുംജ്യോതി ആ പാട്ടാണ് അവരുടെ മെയിൻ വെക്കുക. ഒരു ജ്യോതിയാണ് ഉണ്ടാവുള്ളൂ. അത് ഉണ്ടാവുന്ന ദിവസം തൈപ്പോയി ദിവസമാണ്, മുരുകാന്റെ ദിവസമാണ്. മുരുകാന്റെ ദിവസത്തിലാണ് അദ്ദേഹം അത് ചെയ്യണത്. തൈപ്പോയി ദിവസം വടലൂർ ലക്ഷക്കണക്കിന് ആൾക്കാർ വരും. ഒരു 7 സ്ക്രീൻ ഉണ്ട്. അത് ജീവിതത്തിന് 7 ഘട്ടങ്ങൾ എന്നുള്ള ലെവലിൽ അത് ഓരോ സ്ക്രീൻ മാറ്റിയിട്ട് അവസാനം ജ്യോതി കാണും. അത് തൊഴാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ വന്ന് തൊഴും. അദ്ദേഹം ഈ മിഷനെ ഗൈഡ് ചെയ്യണതാണ്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിൽ നമ്മളൊരു മെഡിറ്റേഷൻ പ്രോഗ്രാം ചെയ്യാറുണ്ട്, ലൈറ്റ് ബോഡി ആക്ടിവേഷൻ എന്ന് പറഞ്ഞിട്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വട്ടം എന്നോട് ഒരാൾ ചോദിച്ചു, ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് എനിക്ക് തോന്നി. ആൾ ചോദിച്ച ചോദ്യം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളുണ്ട്, വിഷമങ്ങളുണ്ടാവണം. ഈ ജന്മത്തിൽ നമ്മളൊരു കുറ്റം ചെയ്തിട്ടില്ല, തെറ്റും ചെയ്തിട്ടില്ല, എന്നാലും ഇഷ്ടംപോലെ ദുരിതങ്ങളുണ്ട്. ഇത് ആരോടെങ്കിലും പോയി ചോദിച്ചാൽ പറയും കഴിഞ്ഞ ജന്മത്തിലെ ബുദ്ധിമുട്ട് കർമ്മമാണ്, അതിന് മുമ്പത്തെ ജന്മത്തിലെ കർമ്മമാണ്. അപ്പൊ ഈ കർമ്മം ഉണ്ടാവണമെങ്കിൽ ജന്മം ഇല്ലാണ്ടിരുന്ന പ്രശ്നം കഴിഞ്ഞല്ലോ. അപ്പൊ അതിനെന്താ ചെയ്യാന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഉത്തരം അറിയില്ല, ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് ഇതെൻ്റെ മനസ്സിൽ കടന്നു. അങ്ങനെ കിട്ടിയൊരു ഉത്തരമാണ് ഈ ലൈറ്റ് ബോഡി ആക്ടിവേഷൻ. അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു തിയറി, പ്രപഞ്ചത്തിലെ ഒരു തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 എനർജി ഉണ്ട്. ഒന്ന് റോ എനർജി, ഒന്ന് പ്യൂരിഫൈഡ് എനർജി. ഈ റോ എനർജിയിൽ നിന്ന് ഒരു ആത്മാവ് സ്റ്റാർട്ട് ചെയ്യണം, പ്രൊഡ്യൂസ് ചെയ്യണം.
ഇത് രണ്ടും ഒരേപോലെ നിൽക്കുള്ളൂ. ഈ ഇവിടുന്ന് സഞ്ചരിച്ച് പ്യൂരിഫൈഡ് എനർജിയിൽ മെർജ് ആവണ വരെയുള്ള സഞ്ചാരപഥമാണ് ഒരാളുടെ ജീവിതം. ഈ പ്യൂരിഫൈഡ് എനർജി എന്ന് പറഞ്ഞാൽ ഗോഡാണ്. അപ്പോൾ ഇവിടെ പോയിട്ട് ആവുമ്പോഴാണ് നമ്മൾ മോക്ഷം, ശിവപാദം പോവുക, വിഷ്ണുപാദത്തിൽ. മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ദൈവത്തിലേക്കുള്ള സഞ്ചാരം. അത് റോ എനർജിയിൽ നിന്നാണ് ആത്മാവ് പുറപ്പെടുന്നത്. എന്നിട്ട് പോയി പ്യൂരിഫൈഡിൽ മെർജ് ആവണം. അതേമാതിരി പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന നിയമമാണ് ചലനം. നമ്മൾ ഭൂമി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമിക്ക് ഒന്നുമില്ല. സൗരയൂഥം ചലിച്ചുകൊണ്ടിരിക്കണു, കടല് ചലിക്കണു, പാറ ഒന്നുമില്ല ഒരു വസ്തുവിൽ പോലും അതിന്റെ ആറ്റങ്ങൾ ചലിക്കും. അപ്പൊ ബേസിക് ചലനമാണ്. അപ്പൊ ഈ ചലനം വിട്ടിട്ടൊരു പരിപാടി പ്രപഞ്ചത്തിൽ ഇല്ല. അപ്പൊ നമ്മൾ ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചലിച്ചേ പറ്റൂ. ഇതതിന്റെ വ്യവസ്ഥ നയമാണ്. ഈ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓരോ ജന്മവും ഓരോ ഡയമെൻഷനിലായിരിക്കും. അതാണ് നമ്മൾ പുനർജന്മം എന്നൊക്കെ പറയുന്നത്. ഓരോ കളിക്കളമായിരിക്കും. ആ കളിക്കളത്തിലെ നിയമങ്ങൾ ഓരോ സ്ഥലത്ത് വ്യത്യസ്തമായിരിക്കും. പക്ഷെ ഇങ്ങനെ നീ കളിച്ചു കഴിഞ്ഞാൽ നിനക്ക് കൂടുതൽ നന്നായി കളിക്കാന്ന് പറഞ്ഞിട്ട് മഹാമാർ എഴുതി വെച്ചിട്ടുണ്ടാവും ഓരോ സ്ഥലത്തും. നമ്മൾ പറയുന്ന മഹാമാർ അത് നിങ്ങൾക്ക് വേഗം പ്യൂരിഫൈ ആവാൻ പറ്റുന്നത്. നമ്മൾ കളിക്കാറങ്ങി കഴിഞ്ഞിട്ട് ആ ഇതൊന്നും പാലിച്ചില്ലെങ്കിൽ ടൈം കഴിഞ്ഞാൽ വിസിൽ വരും, അടുത്തതിലേക്ക് പോകണം. അപ്പോൾ ഇവിടെ പാലിക്കാത്തത് അടുത്ത വട്ടം ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ആ പ്യൂരിഫിക്കേഷൻ നിയമങ്ങൾ പാലിക്കാത്തോടത്തോളം കാലം ഇവിടെ കടന്ന് കറങ്ങുകയുള്ളൂ. അന്ന് എനിക്ക് ജീവിതവും വേണ്ട, ഒന്നും പറഞ്ഞ് നടക്കില്ല, കാരണം വ്യവസ്ഥ നയമാണ്. അപ്പോൾ നമ്മൾ പ്യൂരിഫൈ ചെയ്തിട്ട് നേരെ പോയി മെർജാവാൻ എന്ത് ചെയ്യണം അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മഹാമാരി ചെയ്തിരിക്കുന്നത്. അപ്പം അത്ര ഒരു ഐഡിയ ആണ്. വല്ലാർ ചിത്രാണ് ലൈറ്റ് ബോഡിയിലേക്ക് ഡയറക്റ്റായിട്ട് പോയിട്ടുള്ളവർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിലാണ് നമ്മളൊരു മെഡിറ്റേഷൻ പ്രോഗ്രാം ചെയ്യാറുണ്ട്. അത് ഈ LMRKയുടെ പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്നത്. അവിടെ ഞാൻ പറയുന്നത് ഇതിന് രജിസ്ട്രേഷൻ ഫീസ് ഒന്നുമില്ല. ലൈറ്റ് എന്താ മെഡിറ്റേഷൻ പ്രോഗ്രാം ഉണ്ട്, രജിസ്ട്രേഷൻ ഫീസ് ഇത്ര രൂപയൊന്നുമില്ല. ഫ്രീ ആയിട്ട് തന്നെ എല്ലാവർക്കും ചെയ്യാറ്. എപ്പോഴും നടത്താറൊന്നുമില്ല, നമുക്ക് സമയം കിട്ടാറൊന്നുമില്ല. നടത്തുന്ന സമയത്ത് എല്ലാവരും അറിയിക്കും, വരുന്നവർക്ക് വരാം വെച്ചിട്ട്. കേരളത്തിൽ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മളൊരു പരിപാടിയും കേരളത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ല. ഒക്കെ ചെയ്ത് പഴനി, ചെന്നൈ, അതുകൊണ്ട് വലിയ ഉപദ്രവമില്ല. ഒരു പ്രോഗ്രാം നമുക്ക് ഭഗവാൻ തന്നിട്ടില്ല. നമ്മളൊക്കെ ചെയ്യുന്നത് പഴനിയിലും ചെന്നൈയിലും പിന്നെ പുറത്തെ വിദേശങ്ങളിലും ഉജ്ജയിനിലൊക്കെയാണ്. ഇവിടെ ഒരു പരിപാടി നമ്മൾ ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ അറിയിക്കാൻ ഉജ്ജയിനിൽ നമ്മൾ ചെയ്ത ഈ നമ്മുടെ ഇന്റർനാഷണൽ ടൈം സോണിന്റെ അതുമായി ബന്ധപ്പെട്ടാണല്ലോ. ഉജ്ജയിനിയാണ്, ഗ്രീനിച്ച് അല്ല. യഥാർത്ഥത്തിൽ സമയരേഖ എന്ന് പറയുന്നത് ഉജ്ജയിനെ ആധാരമാക്കി ഉണ്ടാക്കിയിട്ടുള്ള ഇപ്പോൾ സാർവജനീനമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു തിയറി വന്നിട്ടുണ്ട്. അതിലേക്ക് അതിൻ്റെ രീതിയിൽ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടോ നമ്മളവിടെ ചെയ്തതിന്? നമ്മൾ ഈ ഇതൊക്കെ ചെയ്ത ഉജ്ജയിനിലേക്ക് ചെയ്യുന്ന പഴനി ഉജ്ജയിൻ എന്നുള്ള ആ ഒരു കണക്ഷൻ സ്പിരിച്വൽ പാത്ത് ഇതിനു വേണ്ടിയിട്ട് ചെയ്തതാണ്. അങ്ങനെയാണ് ആ യാഗം നടത്തിയത്. വേറൊരു രസമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ നമ്മൾ 2023 ആഗസ്റ്റ് 15-നാണ് നമ്മൾ പഴനിയിൽ യാഗം നടത്തിയത്, യിങ് യാങ് യാഗം. അപ്പോൾ അന്നേ ഡിക്ലെയർ ചെയ്തു 2024 ഉജ്ജയിനിൽ വെച്ചാണ് അടുത്ത യാഗം. അതിനുശേഷമാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നത് മധ്യപ്രദേശിൽ. ഒരിക്കലും വിചാരിക്കാതെ ഉജ്ജയിലത്തെ MLA ആണ് മുഖ്യമന്ത്രി ആയിട്ടുള്ളത്. അദ്ദേഹമാണ് നിയമസഭയിൽ പോയിട്ട് ലോകം ഉജ്ജയിൻ ടൈം സോണിന്റെ അംഗീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഒരു കണക്ഷനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ ഇന്റർവ്യൂല് പറഞ്ഞ യാദൃച്ഛികളുടെ ഒരു തുടർച്ച. അതെ അതെ, അതാ ചോദിച്ചത്. ഇതൊക്കെ നരേന്ദ്രമോദിക്ക് അങ്ങ് പറഞ്ഞു കൊടുത്തോ മുരുകൻ പറഞ്ഞു കൊടുത്തോ ഞാൻ ചോദിച്ചത്. അത് ഭഗവാന്റെ ഒരു ഇതിൽ പോണത് ആരാണ് ഇതില്. ഭഗവാൻ ഓരോ കരുക്കളെ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങയുടെ ദൗത്യം ചെയ്യുന്നു, മോദിയുടെ ദൗത്യം ചെയ്യുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ഫുള്ള് അദ്ദേഹം അതിന്റെ കഥ, തിരക്കഥ, സംഭാഷണം, ഡയറക്ഷനൊക്കെ മുരുകനാണ്. അതില് ഒരു റോൾ ചെയ്യണ ഒരു റോള് നമുക്കുണ്ട്. ആക്ടറാണ് ഞാൻ. തിരക്കഥ എഴുതിയ ആളാണല്ലോ. വേറെ അത് ഗ്രേറ്റ് സ്ക്രിപ്റ്റ് റൈറ്റർ വേറെ കഥ എഴുതിയിട്ടുണ്ട്. അതിൽ നടനാവാനാണ് യോഗം. അതിലൊരു ആക്ടിങ് റോള്. അപ്പൊ അത് ഭംഗിയായിട്ട് അഭിനയിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ വീടുകളിലും നമ്മുടെ ആളുകൾക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും ഇഷ്ടമുള്ള ദേവതകളിലൊന്നാണ് ഭഗവാൻ മുരുകൻ. നമ്മുടെ കൾച്ചറുമായി ബന്ധപ്പെട്ട് നമ്മൾ കാവടിയാടുന്നു, അമ്പലങ്ങളിൽ കാടുന്നു. മുരുകൻ എന്ന് പറഞ്ഞാൽ ഒരു വികാരമാണ്. ആ മുരുകൻ്റെ ഇപ്പോൾ നമ്മുടെ എപ്പിസോഡുകൾ പോലും ഇത്ര വലിയ ഹിറ്റാവാൻ കാരണം ആളുകൾക്ക് മുരുക ഭഗവാനുള്ള സ്നേഹവും ഭക്തിയുമാണ്. പക്ഷേ ആ മുരുകനെക്കുറിച്ച് ഒരുപാടൊന്നും അറിയത്തില്ല. നമ്മളെല്ലാ ക്ഷേത്രങ്ങളിലും പോലെ ഒന്നുമല്ല. മുരുകനെ വണങ്ങുന്നു, പ്രാർത്ഥിക്കുന്നു, വഴിപാടിടുന്നു. വല്ലപ്പോഴും ഒക്കെ സമയം ഒത്തു കിട്ടിയാൽ, സമയവും സന്ദർഭവും പണവും ഒക്കെ ഒത്തു കിട്ടിയാൽ പഴനി വരെ ഒന്ന് പോകുന്നു. ഇതാണ് ഒരു ശരാശരി മലയാളിയുടെ ഭക്തിയുടെ പരമാവധി. അതിനിടയ്ക്കാണ് മുരുകൻ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളുണ്ട്. ഒരു പുതിയ ദൗത്യം, ഒരു മുരുകയുഗം വരാനിരിക്കുകയാണ്, വന്നു കഴിഞ്ഞു. അതിനു വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ട ഒരാൾ നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ള വാർത്ത ഓൾറെഡി അറിയാമായിരുന്നു. പക്ഷേ കുറച്ചുകൂടെ ആളുകൾക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്യാനുള്ള നിയോഗം ABCക്കും കിട്ടുന്നു. യാദൃശ്ചികമായി നമ്മുടെ രാജേഷ് എന്നെ വിളിക്കുന്നു. വിളിച്ചു കഴിഞ്ഞ് പിന്നെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ല.
അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനും അത് വിട്ടുപോയി. സത്യത്തിൽ നമ്മുടെ ഈ എപ്പിസോഡുകൾ 2-3 മാസം മുമ്പേ വരേണ്ടതാണ്, തെരഞ്ഞെടുപ്പിനൊക്കെ വളരെ മുമ്പേ വരേണ്ടതാണ്. രാജേഷ് എന്നെ വിളിച്ചു, നമ്മുടെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു, അങ്ങനെ നമ്പർ എനിക്ക് അയച്ചു തന്നു. പക്ഷേ നല്ല തിരക്കുകൾ പെട്ട് ഞാൻ മറന്നുപോയി. പിന്നെ എൻ്റെ ഫോൺ നമ്പറിലുള്ള രാജേഷുമാരിൽ ഏതാണ് ഈ രാജേഷ് എന്നറിയാൻ വയ്യാതെ എനിക്ക് വിളിക്കാൻ പറ്റാതെ വരുന്നു. ഞാൻ അങ്ങേക്ക് ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് അയക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടൈം പോലും തീരുമാനിച്ചിരിക്കുന്ന ഭഗവാനാണ്. ഭഗവാന്റെ ഒരു നിയോഗം കൊണ്ടാണ് നമ്മളിത് ചെയ്തതെന്നാണ് ആത്മാർത്ഥമായും ഞാനും വിശ്വസിക്കുന്നത്. തീർച്ചയായും. കാരണം ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ ഞാൻ ഈ ഒരു കൊല്ലമായിട്ടുള്ളത് എനിക്ക് സത്യം പേടിയുണ്ടായിരുന്നു, എങ്ങനെ നമ്മുടെ കേരളത്തിൽ അത് എങ്ങനെ സ്വീകരിക്കപ്പെടും. അല്ല, അത് സ്വീകരിക്കപ്പെട്ടു എന്നതാണ് അതാണ് എനിക്ക് അത്ഭുതമായി നമ്മുടെ എപ്പിസോഡുകൾ കാണുന്ന ആളുകളുടെ എണ്ണം സൂചിപ്പിക്കുന്നത്. അതെനിക്ക് അത്ഭുതമായിട്ട് വളരെ സന്തോഷം അത്ഭുതം തോന്നിയത്. 99.9% ആൾക്കാരും നല്ല രീതിയിൽ അത് നമ്മുടെ കൂടെ അപൂർവം 99.9% ആളുകളും ഇത് പോസിറ്റീവായിട്ട് എടുക്കുകയും അതിനെ വിശ്വസിക്കുകയും ഒക്കെ ചെയ്തു. എത്ര രാജ്യങ്ങളിൽ തന്നെ വിളിച്ചു ഇത് ഈ ഇന്റർവ്യൂകൾ കണ്ടു. അല്ല, അത് അങ്ങ് പറയുമ്പോൾ വലിയ സന്തോഷമാണ്. എത്രയോ രാജ്യങ്ങളിലുള്ള ആളുകൾ നമ്മളെ കാണുന്നു. കൂടെയുള്ള കൂടിക്കാഴ്ച പോലെ ഈ ഇന്റർവ്യൂവിന് ശേഷം അല്ല, അതായത് ABC-ക്ക് മുരുകഭഗവാന്റെ ഒരു അനുഗ്രഹമാണ്. തീർച്ചയായും നമ്മൾ അങ്ങനെ തന്നെ കാണുന്നു, അതിനെ നമ്മൾ ആദരപൂർവ്വം സ്വീകരിക്കുന്നു. കാരണം അങ്ങേക്കും മനസ്സിലായി നമ്മുടെ ചാനലിൻ്റെ റേഞ്ച് എന്താണെന്നുള്ളത്. അതുകൊണ്ടാണല്ലോ മോഹൻലാൽ പോലും അങ്ങയെ ഇത് ഓർക്കുകയും വായിക്കുകയും കാണാനുള്ള അവസരം ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനലും ഈ പറഞ്ഞ പോലെ മുരുകഭഗവാന്റെ ആ വേൽമുരുകൻ്റെ ഒരു കടാക്ഷം, ഒരു കൃപയുടെ ഒരു കണിക നമുക്കും കിട്ടട്ടെ. അപ്പോൾ ഏതായാലും വലിയ സന്തോഷകരമാണ്. നമുക്ക് വേണ്ടി 8-10 എപ്പിസോഡുകൾ അങ്ങ് വന്ന് സംസാരിച്ചത്. പക്ഷേ ഇതൊരു യാത്ര തുടരുകയാണ്. ഈ യാത്രയിൽ തുടർന്ന് LM-മാർക്കയുടെ കൂടെ നമ്മളുകൊണ്ട് ഭഗവാൻ മുരുകന് വേണ്ടിയുള്ള ഈ യാത്ര, അദ്ദേഹത്തിൻ്റെ ദൗത്യം നമ്മളും തുടരും. അപ്പോൾ വീണ്ടും എനിക്കൊന്ന് പറയുന്നത്, രജിത് കുമാർ ജിയുടെ എല്ലാ എപ്പിസോഡുകളും കാണണം. നമ്മൾ ഇപ്പം 10ഓളം എപ്പിസോഡുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. തൽക്കാലത്തേക്ക് ഒരു ചെറിയ ബ്രേക്കുണ്ട്. ഇതും ട്രെയിലർ മാത്രമാണ്. മോദിജി പറഞ്ഞ പോലെ സിനിമ വരാനിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ വീണ്ടും വരും, ഒരു 3-ാം ഘട്ടത്തിൽ നമ്മൾ വീണ്ടും ഇരിക്കും. അപ്പോൾ ഈ എപ്പിസോഡുകളെല്ലാം കാണുക, ഇതിന് മുമ്പത്തെ എപ്പിസോഡുകളും കാണുക. ഈ എപ്പിസോഡുകളുടെ അവസാനം നമ്മൾ അതിൻ്റെ പഴയ എപ്പിസോഡുകൾ കാണാനുള്ള ലിങ്ക് കൊടുക്കുന്നുണ്ട്. അത് എല്ലാം കാണാനുള്ള അവസരം, കാണാത്തവർ പഴയ എപ്പിസോഡുകൾ, ആദ്യത്തെ എപ്പിസോഡുകളാണ് കുറച്ചുകൂടെ ത്രില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള 1, 2, 3, 4, 5 വരെയുള്ള എപ്പിസോഡുകൾ. ഒരിക്കലും നെവർ മിസ് ഇറ്റ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മിസ്സാവാതെ കാണുക. ഒപ്പം ABC-യെ ഒന്നനുഗ്രഹിക്കുക. ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങൾ യൂട്യൂബിൽ ABC-യുടെ ഈ വീഡിയോസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് അങ്ങനെ ചെയ്താൽ കാണുന്ന ഒരുപാട് പേരുണ്ട്, പക്ഷേ അത് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകൾ കുറവാണ്. നമുക്ക് ഭഗവാൻ മുരുകൻ്റെ സന്ദേശം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻസ് അയക്കും. ഒരു നയാ പൈസ മുടക്കില്ല. 1 സെക്കൻഡ് കൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അത് ഈ രജിത് ജി പറയുന്ന ഈ കാര്യങ്ങൾ, ഭഗവാൻ മുരുകൻ്റെ സന്ദേശം കൂടുതൽ ആളുകളിലെത്താൻ അത് സഹായിക്കും. ഏതായാലും എല്ലാ വീഡിയോയും കാണണം. രജിത് ജിക്ക് ABC-യുടെ നന്ദി, നമസ്കാരം. എനിക്ക് ഒരുപാട് സന്തോഷം. സുനിൽജിക്കും ABC-ക്കും ഒരുപാട് നന്ദി. ഭഗവാൻ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവട്ടെ. തീർച്ചയായും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.